കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിക്കെതിരായി ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതീകാത്മക കുടിൽകെട്ടൽ സമരവും കോൺഗ്രസിന് ഭവന പദ്ധതി സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറാനുള്ള അവരുടെ നീക്കവും വെറും സമരാഭാസം മാത്രമാണ്. ഇവർ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ഭവന പദ്ധതി കോടികളുടെ PR വർക്ക് നടത്തി, വലിയ പ്രചരണങ്ങൾ നടത്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ ഭവന പദ്ധതിയിൽ, ഭവന സമുച്ചയത്തിൽ ഇന്ന് ഒരാൾ പോലും താമസിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഭവന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അവിടെ യാതൊരു രീതിയിലുള്ള അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ വെറും ഉദ്ഘാടന മാമാങ്കം നടത്തിയത് അവിടെ ആളുകൾ താമസിക്കുന്നില്ല എന്നുള്ള വിവരം മാധ്യമങ്ങളുടെ പുറത്തു വന്നപ്പോൾ അതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരവുമായി രംഗത്ത് വരുന്നത്. അവർക്ക് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുക, ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക. വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളും UDF ജയിക്കുന്ന നിയോജക മണ്ഡലങ്ങളാണ്. ഞങ്ങളുടെ പ്രവർത്തകന്മാരെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. അവർ 3 സീറ്റും തോൽക്കാൻ മത്സരിക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്ഷീണിപ്പിക്കുന്നതിനും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഡിവൈഎഫ്ഐ ഈ സമരം നടത്തുന്നത്. ഈ സർക്കാർ ഭവന പദ്ധതിയും പാർട്ടിയുടെ ഭവന പദ്ധതിയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച ഭവന പദ്ധതി സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. സർക്കാർ ലിസ്റ്റുണ്ടാക്കി, ആ ലിസ്റ്റിന് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. 543 പേരുടെ ലിസ്റ്റാണ് വിവിധ രാഷ്ട്രീയ സർവകക്ഷി യോഗവും പഞ്ചായത്തും ചേർന്ന് ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്. അതിൽ 448 ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് ഗവൺമെൻറ് അംഗീകരിച്ചത്. 103 ആളുകൾ ഈ 448 നിന്ന് പണം വാങ്ങി 15 ലക്ഷം രൂപ വെച്ച്. അതിൽ 85 വീട് ലീഗ് കൊടുത്തു. ബാക്കി 18 ആളുകൾ മറ്റ് ഭവന പദ്ധതിയുടെ ഭാഗമായി പോയി. ഗവൺമെൻറ് കൊടുത്തത് നിർമ്മിച്ചു എന്ന് പറയുന്ന 345 വീടുകൾ മാത്രമാണ്. അപ്പോൾ സർക്കാർ ലിസ്റ്റിൽ നിന്ന് മാനദണ്ഡങ്ങളുടെ പേരിൽ, റേഷൻ കാർഡിൻ്റെ പേരിൽ, വീട്ടിന് നമ്പർ ഇല്ലാത്തതിൻ്റെ പേരിൽ, മറ്റ് സാങ്കേതിക കാരണങ്ങളാൽ ഭവന പദ്ധതിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭവന പദ്ധതിയും ഞങ്ങളുടെ ഭവന പദ്ധതിയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇപ്പോഴും 100 കണക്കിന് അപേക്ഷകൾ പെൻഡിങ്ങിലുണ്ട്. ഈ പെൻഡിങ്ങിലിരിക്കുന്ന അപേക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടില്ല. മത്തായി കമ്മീഷൻ വന്ന് അടയാളപ്പെടുത്തിയ ചില സ്ഥലങ്ങളുണ്ട്. മത്തായി കമ്മീഷൻ ഒരു കമ്മീഷൻ വരുമ്പോൾ അവരുടേതായ ചില മാനദണ്ഡങ്ങളുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അർഹരായിരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്ക് പുറത്തുപോയ ആളുകൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഈ ഭവന പദ്ധതിക്ക് ചിലവായ തുകയും ഈ ഗവൺമെൻറ് പിരിച്ച തുകയും അത് ആദ്യം ഇവരൊന്ന് തീരുമാനിക്കട്ടെ. ടി സിദ്ദിഖ് MLA അടക്കം ഞങ്ങളടക്കം പാർട്ടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ഭവന പദ്ധതിയെ പാർട്ടിയുടെ ഒരു പരിപാടിയാക്കി മാറ്റുന്നു. എന്താ അവിടെ CPM നേതാക്കന്മാർക്ക് അവരുടെ കാര്യം അവരുടെ പദ്ധതിയാണോ? ഔദ്യോഗിക സ്വഭാവമുള്ള MLA, ഔദ്യോഗിക സ്വഭാവമുള്ള മുനിസിപ്പൽ ചെയർമാൻ, ഔദ്യോഗിക സ്വഭാവമുള്ള ആരും വരട്ടെ മന്ത്രിമാർ, പാർട്ടി നേതാക്കന്മാർ അവിടെ പോയി ഇതൊക്കെ ഞങ്ങളുടെ പരിപാടിയാണ്, ഇത് പാർട്ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന രീതിയിലൊരു വ്യാഖ്യാനം വരുന്നതുകൊണ്ടാണ് ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയോ MLA യോ അത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചത്. ഗവൺമെൻറ് അടുത്ത് എത്രയുള്ളത്? CMDRF 774 കോടി. 774 കോടി ഗവൺമെൻറ് കയ്യിലിരിക്കുന്നു. 345 ആദ്യം കൊടുത്ത 20 ലക്ഷം എന്ന് പറഞ്ഞു, വീണ്ടും 30 ലക്ഷം എന്ന് പറഞ്ഞു ഊരാളുങ്കലിനെ, വീണ്ടും അത് 25 ലക്ഷം. അവർ പറയുന്നതാണ് ഈ 1000 സ്ക്വയർ ഫീറ്റ് എത്ര പൈസ വരും? 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷമാണ് 69 കോടി വരുള്ളൂ. 25 ലക്ഷമാണ് 80 കോടി 62 ലക്ഷം വരുള്ളൂ. സാസ്കി ഫണ്ട് അടക്കം 1683 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്നു.
1683 കോടി രൂപ ഗവൺമെൻറ് കയ്യിലിരിക്കുമ്പോൾ ആ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ദിവസം അവരുടെ പാഠപുസ്തകവും യൂണിഫോമും ഇല്ലാതെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്ന് പറയാൻ ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? ഇവർക്ക് ജീവനോപാധി കൊടുക്കുമെന്ന് പറയാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? ഇവർക്ക് നഷ്ടപ്പെട്ട കടം അത് എഴുതിത്തള്ളുമെന്ന് പറയാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? 1683 കോടി രൂപ, അതിൽ 774 കോടി പണമായി ഈ ഖജനാവിൽ വെച്ചിട്ട് അതിൽ 345 കോടി വീട് നിർമ്മിച്ച് 80 കോടി ചിലവാക്കിയിട്ട് ഈ ഗവൺമെൻറ് അവരുടെ ഈ പാർട്ടി അവരാദ്യം പോയി തിരുത്തേണ്ടത് ഈ വസീഫൊക്കെ പോയി സമരം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിലാണ്. ഇവിടെ അല്ല സമരം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സമരാഭാസമാണ്. എന്തിനാണ് ഞങ്ങളുടെ ഭവന പദ്ധതി ഇവർ അധിക്ഷേപിക്കുന്നത്? ഞങ്ങളുടെ ഒരു ഭവന പദ്ധതി ഇത് ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് ലിസ്റ്റിന് പുറത്തുള്ളവർക്കാണ്. ഞങ്ങൾ നടത്തുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. 103 ലീഗ് കൊടുത്ത 103 വീടടക്കം 103 വീടാണ് ലീഗ് കൊടുത്തത്. കോൺഗ്രസ് കൊടുക്കുന്ന 203, ഞങ്ങൾ കൊടുക്കും ഈ വീട്. 345 ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് സമരാഭാസമാണ്. എന്താ പ്രശ്നം? ബ്രഹ്മഗിരി തട്ടിപ്പ്, 120 കോടി തട്ടിപ്പ് ഈ ജില്ലയിൽ നടക്കുക. ആരും ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തുകയാണല്ലോ. ഈ മഹാന്മാരൊക്കെ പോയിട്ട് അത് ആ ബ്രഹ്മഗിരി പ്രശ്നമൊന്നും ആ നൗഫൽ ഇതായിപ്പോഴും നമ്മൾ 100 മീറ്റർ നോക്കി അദ്ദേഹത്തിൻ്റെ വീട് കാണാം. ആ നൗഫൽ പെട്രോളിൽ കന്നാസിൽ പെട്രോളുമായിട്ട് പോയല്ലോ. അവിടുത്തെ 120 കോടി തട്ടിപ്പെടുത്ത സഖാക്കന്മാർ അവരുടെ പ്രശ്നവും തീർക്ക്. നിങ്ങൾ പൊതുപ്രവർത്തകർ നിങ്ങൾക്ക് മാതൃക കാണിക്കേണ്ട എന്താണ്? നിങ്ങൾ നേതൃത്വം കൊടുത്ത OR കോളു അടക്കം ഡയറക്ടറായിരുന്ന ഒരു സ്ഥാപനത്തിൽ നിയമവിരുദ്ധമായി നിങ്ങൾ പണം സ്വീകരിച്ച്, നിയമവിരുദ്ധമായി നിങ്ങൾ സഹകരണ സ്ഥാപനത്തിന് പണം വാങ്ങി, നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പ്രശ്നം തീർക്കാൻ നിങ്ങൾ ആദ്യം ധാർമ്മികമായി, നിങ്ങൾ നിയമപരമായി ഉത്തരവാദിത്തമില്ലേ? കോൺഗ്രസ് അവരുടെ ഒരു പാർട്ടി ഫണ്ട് പിരിച്ച് ഞങ്ങൾ സർക്കാർ മാനദണ്ഡത്തിന് പുറത്തുപോയ ആളുകളെ പുനരധിവസിപ്പിക്കാൻ നടക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ നിങ്ങൾ ഈ രീതിയിൽ സമരാഭാസത്തിലൂടെ നേരിടുന്നത് അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊന്നും പുറത്തേക്ക് വാർത്ത വരുമ്പോൾ ജനങ്ങൾ എന്താ വിചാരിക്കുക? ഒരു താരതമ്യം ചെയ്യാണ്. സർക്കാരിൻ്റെ ഭവന പദ്ധതി വേറെ, ഞങ്ങളുടെ ഭവന പദ്ധതി വേറെ. ഞങ്ങൾ കൊടുക്കുന്നത് മാനദണ്ഡത്തിന് പുറത്തുള്ളവർക്കാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% കോൺഗ്രസ് പാർട്ടി ഇതിനോട് ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വകഭേദം കാണിച്ചിട്ടില്ല. കർണാടക റവന്യൂ മിനിസ്റ്റർ കൃഷ്ണബൈരഗൌഡ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. 10 കോടി രൂപ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 10 കോടി വേണ്ട പ്രോസസ്സ്. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറഞ്ഞോട്ടെ. ആരോ കൊടുക്കട്ടെ. അപ്പോൾ 10 കോടി ഗവൺമെൻറ് കൊടുത്തു. ആ 10 കോടി വീണ്ടും ഗവൺമെൻറ് കൊടുക്കുന്നു. ആ പണം കൊടുത്തത് പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇടപെട്ടിട്ടാണ്. ഗവൺമെൻറ് ഫണ്ടാണ്. ഞാനതാണല്ലോ പറഞ്ഞ് 774 വാങ്ങി വെച്ചിട്ട് ഈ 69 80 ചിലവാക്കിയിട്ട് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ തിരുത്തട്ടെ ആദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വനപദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. ഒരു സാങ്കേതികമായി എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു 4 ദിവസം നീണ്ടുപോയാൽ അതിനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്.